ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അപ്പോൾ കോൾ വന്നു. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ. ഞാനും അങ്ങനെ ഒരു ഐഫോൺ 16 പ്രോയുടെ ഉടമയായി ഗൈസ്. പൊങ്ങച്ചം പറയണതല്ല, പക്ഷേ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ മുമ്പും ഐഫോൺ യൂസ് ചെയ്തിരുന്നപ്പോഴാണെങ്കിലും എപ്പോഴും സെക്കൻഡ് ഹാൻഡാണ് മേടിക്കാറ്. ഇതുവരെ ഫ്രഷ് മേടിക്കാൻ സമയം കിട്ടിയില്ല, എന്താ പറയുക, ഒരു ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നാൾ എപ്പോഴും പറയുമായിരുന്നു, ഇതും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ രഞ്ജു എനിക്ക് അങ്ങനെ ഐഫോൺ 16 പ്രോ മേടിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉടമയാണ് ഗൈസ്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ അത് തന്നെ, കൂടുതൽ പൊങ്ങച്ചങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അയ്യോ, കോള് വരുന്നു ഇടയ്ക്ക്, സോറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ആണ്, ഹെയർ കെയർ ആണ്. സ്കിൻ കെയർ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പുള്ളത്. ഞാനപ്പോൾ അതൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും നമ്മളൊരു ഹെയർ കെയർ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് മെയിൻ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ എന്ത് ടൈപ്പാണെന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. കാരണം കുറേ ടൈപ്പുകളുണ്ട്. ഓയിലി ഉണ്ട്, ഫ്രിസി ഉണ്ട്, ഡ്രൈ ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹെയർ ടൈപ്പുകളുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഷാംപൂ, കണ്ടീഷണർ, സിറം യൂസ് ചെയ്യണം. അതാണ് ഏറ്റവും മെയിൻ. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഷാംപൂ ഇടണം, കണ്ടീഷണർ ഇടണം. സോറി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വിളിച്ചതാ, പക്ഷെ ഇപ്പോൾ അവരിത് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവരെടുത്തില്ല, അതാണ് സോറി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. യെസ്, അപ്പോൾ സോറി, ഞാനപ്പോൾ അവർ വിളിച്ചോണ്ട് 10 മിനിറ്റ് പിന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും ഷാംപൂ, കണ്ടീഷണർ, സിറം ഇതൊക്കെ യൂസ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഷാംപൂ ഏതാണോ അപ്പോൾ ആൾക്കാർ അത് മേടിക്കണു, യൂസ് ചെയ്യണു. എന്നിട്ട് പറയണു അതെന്താ, നമുക്ക് അത്ര വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ഈ ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇത് കേടായി പോണത്, മുടി കൊഴിയണത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ അത് നമ്മളുടെ ഷാംപൂവിൻ്റെ പ്രശ്നമല്ല. കാരണം നമ്മൾക്ക് വേണ്ടത് ഇപ്പം നമുക്ക് ഒരു കോൾഡ് വന്നു, അതിന് വേറെ എന്തിൻ്റെങ്കിലും മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഹെയർ ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഓരോരുത്തർ ഓരോ പ്രൊമോഷനും അല്ലെങ്കിൽ അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ വീഡിയോ ഇടുന്നത്. പക്ഷെ അവർ യൂസ് ചെയ്യണം കണ്ടിട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഹെയർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടും, പക്ഷെ അല്ലെങ്കിൽ പണിപ്പാളും. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ ടൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രൊഡക്റ്റ് മേടിക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുക. ഷാംപൂ നല്ലോണം സ്കാൽപ്പിലും ഹെയറൊക്കെ നല്ലോണം മസാജ് ചെയ്ത് ഷാംപൂ യൂസ് ചെയ്ത് നല്ലോണം ഷാംപൂ വാഷ് ചെയ്ത് കളയണം ഫുൾ. അതിന് മുമ്പ് ഷാംപൂ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫുള്ള് ഹെയർ വെറ്റാക്കണം. കുറച്ചൊന്നും പേരിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചെയ്യരുത്. നല്ലോണം ഫുള്ള് ഹെയർ വെറ്റാക്കി എല്ലായിടത്തും വെള്ളം എത്തിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഷാംപൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാംപൂ യൂസ് ചെയ്ത് നല്ലോണം മസാജ് ചെയ്തിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ pH ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 4.5 to 5.5 ആണ്. അപ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഷാംപൂവിലുള്ള ഇതിൻ്റെ കാരണം അതിൻ്റെ pH ലെവൽ ഇപ്പോൾ 10.5 ഒക്കെ ആവും. അപ്പോൾ നമ്മൾ നല്ലോണം ഷാംപൂ യൂസ് ചെയ്ത് ഷാംപൂ ഇട്ട് മസാജ് ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ലോണം വാഷ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യണം. അത് ഷാംപൂ ഫുള്ള് ഹെയറിന് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കാൽപ്പിലാവരുത്. നമ്മളുടെ റൂട്ട്സ്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇതാക്കി പോയാൽ മതി. നമ്മളുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് പിന്നെ സ്കാൽപ്പിലിരുന്ന് നമുക്ക് ഡാൻഡ്രഫും ഡ്രൈനെസ്സും കാര്യങ്ങളെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെയറിൽ മാത്രമാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടീഷണർ നമുക്ക് അതായത് ഹെയർ വാഷ് ചെയ്ത് ഓയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഷാംപൂ ഇടുന്ന ദിവസം എന്തായാലും മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തേ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ pH ലെവൽ ഇത്രയും ഇതായിട്ട് നിൽക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഡ്രൈനെസ് കൂട്ടും, പിന്നെ ബ്രേക്കേജ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ന് ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടോ അന്നൊക്കെ കണ്ടീഷണറും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെയർ മാസ്കും ഉണ്ട്. ഇപ്പോൾ ഹെയർ മാസ്ക് നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒന്നും അത് ഉപയോഗിക്കാൻ, ഒന്നാമത്തെ കാര്യം ഡെയിലി നമ്മൾ ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ കണ്ടീഷണർ നമ്മളൊരു
4 തവണ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 തവണ. പൊതുവേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ മാസ്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്യുക. അതും ഇതേപോലെ തന്നെ ഹെയർ വാഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, ഷാംപൂ വാഷൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കുക. നിങ്ങൾക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വെക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലതാണ്. ഹെയർ മാസ്ക് ആക്ച്വലി അതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. കണ്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷൈൻ കൊണ്ടുവരാനും സ്മൂത്ത്നെസ് കൊണ്ടുവരാനും പിന്നെ നമ്മുടെ പി എച്ച് ലെവൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പൂസ് ക്ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ പൂസ് ഓപ്പൺ ആവും. അപ്പോൾ അത് ക്ലൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നല്ലോണം ഹെയർ വാഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹെയർ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സിറം യൂസ് ചെയ്യും. ഹെയർ സിറം യൂസ് ചെയ്യുമ്പോഴും കുറച്ച് നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ലോണം റബ്ബ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഒരിക്കലും ഹെയർ സിറവും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ തേച്ച് ഇങ്ങനെ ആക്കരുത്. കാരണം നമ്മുടെ കയ്യിൽ ഇതാകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് ഇതിങ്ങനെ പറ്റിപ്പോകും മുടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ താഴ്ത്തുനിന്ന് തേച്ച് മുകളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഹെയർ സിറം. അപ്പോൾ ഹെയർ സിറം ഇതാക്കുമ്പോൾ നമ്മൾ പി എച്ച് ലെവൽ ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ ആവുന്നത് 5 ആണ്. അപ്പോൾ 4.5 to 5.5 എന്നുള്ളത് നമുക്ക് ഹെയർ സിറം കൂടിയും യൂസ് ചെയ്ത്. അപ്പോൾ ഈ 3 നമ്മൾ സ്കിൻ കെയർ ചെയ്യില്ലേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലെൻസർ ടോണർ അങ്ങനെ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ കെയർ. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഹെയറിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഹെയർ എന്ത് ടൈപ്പാന്ന് നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മേടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനൊരു കുട്ടി വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹെയർ കെയർ ഇത് ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രൊഡക്ട്സ് വെച്ചൊന്നും ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ഹെയറും ടെക്സ്ചറും ടൈപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ അത് വെച്ച് ചെയ്യണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, ഫാമിലിക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.